ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നെല്ലാസ് കിച്ചൻ. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. കേക്ക് ഫ്രോസ്റ്റിങ്ങിൻ്റെയും അതിനെക്കുറിച്ചിട്ടുള്ള ഡെക്കറേറ്റിങ്ങിനെയും കുറിച്ചിട്ടുള്ള ചോദിച്ചിട്ട് അതിലെന്തൊക്കെയാണ് ടൂൾസ് യൂസ് ചെയ്യുന്നത് അതൊക്കെ ചോദിച്ചിട്ട് കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും. അപ്പോൾ ഇന്ന് എന്തായാലും അത് തന്നെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടുതലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കേക്ക് ഫ്രോസ്റ്റിങ്ങും ഡെക്കറേറ്റൊക്കെ ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേറ്റിങ്ങിനുള്ള നമുക്ക് ടൂൾസ് പരിചയപ്പെടാം. എൻ്റെ ഉള്ള കുറച്ച് ടൂൾസ് ഞാൻ കാണിച്ചു തരാം. ഇനി വേണ്ടത്, ഞാൻ ഇവിടെ പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇത് കേക്കിൻ്റെ ഷോപ്സിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, എല്ലാവരും നമുക്കത് വാങ്ങാം. പിന്നെ വേണ്ടത് സ്ക്രാപ്പറാണ്. ഞാൻ 2 ടൈപ്സ് സ്ക്രാപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് N1 നോസിലാണ്. ഇതാണ് ഫ്ലവറൊക്കെ വരുന്ന നോസില്. പിന്നെ നമുക്ക് വേണ്ടത് നൈഫ്, പാലറ്റ് നൈഫ്, പിന്നെ ബ്രഷ്, ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ടുള്ള ബ്രഷ്. പിന്നെ വേണ്ടത് നമുക്ക് റിവോൾവിംഗ് ടേബിളാണ്. ഇങ്ങനെ കറങ്ങണ റിവോൾവിംഗ് ടേബിൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ടൂൾസ് നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ഫ്രോസ്റ്റിങ്ങിനുള്ള നമ്മുടെ ക്രീമുകൾ പരിചയപ്പെടാം. ഞാനിവിടെ 2 കപ്പ് ന്യൂട്ടെല്ല ബട്ടർ ക്രീം എടുത്തിട്ടുണ്ട്. 1 കപ്പ് വിപ്പിംഗ് ക്രീം കുറച്ച് കളർ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്ത് വെച്ചാണ്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് കോമ്പൗണ്ട് ആണ്. ഞാനിവിടെ മിൽക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഷുഗർ സിറപ്പ്. ഞാനിവിടെ ചോക്ലേറ്റ് കേക്കിന്റെ ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 3 ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്ന് ലൈൻ കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ഒരു ലൈൻ കൊടുക്കണം. ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒരു ലൈൻ കൊടുക്കുക. നമുക്ക് ഫസ്റ്റ് കേക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിന് ഒരു ലെയറും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 3 ലെയേഴ്സ് ആയി. നമ്മൾ കട്ട് ചെയ്ത് വെച്ച് 3 ലെയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഷുഗർ സിറപ്പിൽ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം. ഞാൻ കുറച്ച് ന്യൂട്ടെല്ല ബട്ടർ ക്രീം നമ്മുടെ ബേസിൽ ഇട്ടിട്ടുണ്ട്. ഷുഗർ സിറപ്പിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഒരു ലെയറാണ്. ഇനി നമ്മൾ ഇങ്ങനെ എല്ലാ ലെയറിലും എല്ലാ പാർട്ടിലും നമ്മൾ ഇങ്ങനെ ചെയ്ത് തരാം. ഇതെല്ലാം കൂടി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. നമുക്ക് അടുത്ത ലെയറും കൂടി വെച്ച് കൊടുക്കാം. അടുത്ത ലെയറും കൂടി നമുക്ക് അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ലെയറും കൂടി വെച്ച് കൊടുക്കുക. നമ്മൾ സ്ക്രാപ്പർ എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. എല്ലാ ലെയറിലും നമ്മൾ ക്രീം വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്, ഫ്രോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം അവിടെ നന്നായിട്ട് ലെവൽ ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കണം. ഇതാണ് നമ്മുടെ കേക്ക് ബോർഡ്. ഈ കേക്ക് ബോർഡിൽ കാണാം നമ്മുടെ ബേസ് നമ്മൾ ഫ്രോസ്റ്റ് ചെയ്ത് വെച്ച കേക്ക് നമുക്ക് ഇതിലേക്ക് മാറ്റണം. നമ്മൾ ഇത് കേക്ക് നമ്മുടെ ബോർഡിൽ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരം ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കണം. ഇനി നമുക്ക് 10 മിനിറ്റ് ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്ത് വെക്കാം. നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണ വരെ ഡബിൾ ബോയിൽ ചെയ്യാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീമോ അല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമോ ആഡ് ചെയ്യാം. ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. നമ്മൾ പൈപ്പിംഗ് ബാഗ് എടുത്ത് നമ്മുടെ നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പുറത്ത് വന്നിട്ടുണ്ട് നോസിൽ. N1 നോസിലാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചാൽ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ N1 നോസിൽ വെച്ചുള്ള പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. ഫ്രീസ് ചെയ്ത് വെച്ചാൽ നമ്മൾ കേക്ക് പുറത്ത് വെച്ചിട്ടുണ്ട്. മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് എടുത്തിട്ട് നമുക്ക് ഡ്രിപ്പിംഗ് എഫക്റ്റ് കൊടുക്കാം. നമ്മൾ എല്ലാ സൈഡിലും ഡ്രിപ്പിംഗ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്.
കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ N1 നോസിൽ വെച്ചിട്ട് സൈഡ് ഫുള്ളും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പൈപ്പിംഗ് ബാഗ് എടുത്ത് ഹാപ്പി ബർത്ത്ഡേ എഴുതാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷനും ഒക്കെ കഴിഞ്ഞ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പ്ലേറ്റിൽ, സെർവിങ് പ്ലേറ്റിലോട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ ചോക്ലേറ്റ് വെച്ചിട്ടാണ് ബേസ് ഉണ്ടാക്കിയത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എന്തായാലും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി കട്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വേഗം പോയിട്ടൊന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. ബൈ. താങ്ക് യു.